പൂഞ്ഞാറിൽ പി സി ജോർജ് 1 കോടി രൂപയുടെ ചലഞ്ച് പറഞ്ഞിരിക്കുകയാണ്. പി സി ജോർജ് അവിടെ വിജയിച്ചു വരും. ആർക്കെങ്കിലും ബെറ്റ് വയ്ക്കാൻ താല്പര്യമുണ്ടോ? ബെറ്റ് വയ്ക്കാൻ കഴിയുന്നവരൊക്കെ പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞാൽ ബെറ്റ് വെക്കാം. എന്താണ് അദ്ദേഹം ഈ 1 കോടി ചലഞ്ചുമായി മുന്നോട്ട് വന്നതിൻ്റെ കാര്യം? മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 2 കാരണങ്ങളാണ് അദ്ദേഹത്തിന് ബെറ്റ് വയ്ക്കുവാനായിട്ടുള്ളത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ തോൽവിക്ക് ശേഷം അവിടെ സെബാസ്റ്റ്യൻ കുളത്തുങ്കലാണ് വിജയിച്ചിട്ടുള്ളത്. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ വിജയിച്ചതിന് ശേഷം പിന്നീട് ഷോൺ ജോർജിൻ്റെ ഒരു പൂണ്ട് വിളയാട്ടമാണ് കാണാൻ സാധിച്ചത്. നമുക്കറിയാം, ഈ തീക്കോയ് മുതൽ വാഗമണ്ണ് വരെയുള്ള റോഡ് തകർന്ന് തരിപ്പണമായി കിടക്കുകയായിരുന്നു. ആ റോഡിൻ്റെ വികസനത്തിൽ ഊരാളുങ്കൽ കൺസ്ട്രക്ഷനാണ് അതിൻ്റെ വർക്ക് കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഈ 150 ദിവസം ചലഞ്ചായിരുന്നു, 150 ഡേ ചലഞ്ച്. 150 ദിവസം കൊണ്ട് ടാറിങ് തീർത്ത് റോഡ് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുമെന്നുള്ളൊരു ചലഞ്ചാണ് അവിടെ ഈ പറയുന്ന സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ നടത്തിയത്. പക്ഷേ ഈ ചലഞ്ച് തുടങ്ങി അന്ന് ഈ ടാറിങ് തുടങ്ങിയ സമയം തൊട്ട് ഓരോ ദിവസവും ഷോൺ ജോർജ് പോയിട്ട് അയാളുടെ ഫേസ്ബുക്ക് പേജിൽ ഓരോ ദിവസവും ഇതിങ്ങനെയാണ്, ഇതങ്ങനെയാണ്, ഈ ടാറിൻ്റെ ഗുണനിലവാരങ്ങളടക്കം കുറേ കാര്യങ്ങളൊക്കെ ഇട്ട് ജനശ്രദ്ധ പിടിച്ചു പറ്റി. അതിനുശേഷം നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ ഷോൺ ജോർജ് വിജയിക്കുകയൊക്കെ ചെയ്തിരുന്നു ജില്ലാ പഞ്ചായത്തിലേക്ക്. പക്ഷേ ഷോൺ ജോർജ് നല്ല രീതിക്ക് ഭരണം കാഴ്ചവെച്ചു. അപ്പോൾ അപ്പൻ എങ്ങനെയാണ് തോറ്റതെന്നുള്ളത് നമുക്കറിയാം. ഈ പറയുന്ന ഈരാറ്റുപേട്ട എന്ന് പറയുന്നത് ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഏറ്റവും വലിയ ഒരു വിളനിലമാണ് ഈരാറ്റുപേട്ട. ഈ ഈരാറ്റുപേട്ടയുടെ ഒരു ഭാഗമാണ് ഈ പൂഞ്ഞാർ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് ഈ ഈരാറ്റുപേട്ടയിൽ നിന്നാണ്. തൊട്ടപ്പുറത്തേക്ക് പോകുമ്പോൾ ഈ മുണ്ടക്കയത്തിന് തൊട്ടടുത്തുവരേക്കും ഉണ്ട്, പാറത്തോട് വരെയൊക്കെ പൂഞ്ഞാർ വരുന്നതാണ്. പക്ഷേ അവിടെയും വോട്ടുകൾ തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ ന്യൂനപക്ഷ സമുദായങ്ങളാണെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഈ ന്യൂനപക്ഷ സമുദായങ്ങളുടെ വോട്ടിലാണ് അവിടെ ആര് വിജയിക്കണം, ആര് തോൽക്കണം എന്ന് തീരുമാനിക്കുന്നത്. പൊതുവെ നമുക്കറിയാം, കോട്ടയം ജില്ലയിൽ ഈ പറയുന്ന തിരുവനന്തപുരത്ത് മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്ത കളിയൊന്നും കോട്ടയം ജില്ലയിൽ നടക്കില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ്. കോട്ടയം ജില്ല എന്ന് പറയുന്നത് 2 കക്ഷികളുടെ കയ്യിലുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ കക്ഷിയാണ് ഈ പറയുന്ന ഐക്യജനാധിപത്യ മുന്നണി. തൊട്ട് പുറകിലുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതിൽ തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു മുൻപ് കേരള കോൺഗ്രസ് എം. ആ കേരള കോൺഗ്രസ് എം ഇന്ന് ഈ പറയുന്ന ഇടതുപക്ഷത്തിനൊപ്പം പോയെങ്കിലും ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് RSP കടന്നു ചെന്നു. RSP ഈ പറയുന്ന UDFിലേക്ക് ജയിച്ചു. മുൻപ് RSP ആയിരുന്നു ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിന്നിരുന്നു. ഈ മാണി കാപ്പൻ RSPയിലെ ഒരു നേതാവായിരുന്നു. അദ്ദേഹം ഇപ്പോൾ അവിടേക്ക് വന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കുറച്ച് ഹോൾഡ് അവിടെ ഉണ്ട്, പാലയിൽ കുറച്ച് ഹോൾഡുണ്ട്. ആ ഹോൾഡിൻ്റെ ഒരു നല്ലൊരു ശതമാനം ഈ പറയുന്ന ഈ ഈരാറ്റുപേട്ടയുടെ അതിർത്തി വരേക്കും കടന്നു ചെല്ലുന്നുണ്ട്. നമുക്കറിയാം, ഭരണങ്ങാനത്തിന് തൊട്ടടുത്ത് വരേക്കും ഈരാറ്റുപേട്ട ഗ്രാമപഞ്ചായത്താണ്. അതായത് ഭരണങ്ങാനം പള്ളിക്ക് ഇപ്പുറത്തോട്ട് ഈ പറയുന്ന പാലാ നിയോജക മണ്ഡലവും അപ്പുറത്തേക്ക് പൂഞ്ഞാറുമാണ്. അപ്പം അവിടെ ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ശക്തമായ ഒരു വോട്ട് ബാങ്കിങ് നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവർക്ക് പൊതുവെ ഈ NDA അല്ലെങ്കിൽ BJP സഖ്യത്തോട് ഭയങ്കരമായിട്ടുള്ളൊരു എതിർപ്പുണ്ട്. ഈ BJP NDA സഖ്യത്തിൻ്റെ ഏറ്റവും വലിയ കണ്ണിലെ കരടാണ് ഈ പറയുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾ. അവർക്ക് വേണ്ടിയുള്ളതാണ് പാകിസ്ഥാൻ, അവർക്ക് വേണ്ടി കേരളമുള്ളതല്ല എന്നൊക്കെയാണ് പറയുന്നത്. മുൻപൊരു നായപ്രയോഗം, അതാണ് PC ജോർജിനെ വർഷങ്ങൾക്ക് ശേഷം പൂഞ്ഞാർ ആശാൻ എന്നറിയപ്പെടുന്ന PC ജോർജിനെ വെറും പൂഞ്ഞ ആക്കി മാറ്റിയത് ഈ പറയുന്ന ഒരു നായപ്രയോഗമാണ്. നീയൊക്കെ വേണമെങ്കിൽ വോട്ട് ചെയ്താൽ മതിയരാ ഡാഷ് മക്കളെ എന്നായിരുന്നു ഒരു പ്രസംഗവേദിയിൽ വെച്ച് പൂഞ്ഞാർ ടൗണിൻ്റെ നടുക്ക് നിന്നിട്ട് PC ജോർജ് വെല്ലുവിളിച്ചു. നീയൊന്നും വോട്ട് ചെയ്തില്ലെങ്കിലും ഞാൻ ജയിക്കൂടാ മറ്റേ മക്കളെ എന്നും കൂടി ഒരു പ്രയോഗം പ്രയോഗിച്ചായിരുന്നു. കൃത്യമായി തന്നെ പിള്ളേർ പണി കൊടുത്തു. പൂഞ്ഞാർ ആശാൻ ഇറങ്ങി. അതിനുശേഷം പിന്നെ ആശാന് വട്ട് പിടിച്ച പോലായിരുന്നു. ഇവിടെയൊക്കെ ആരെയൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞാലും ഈ പറയുന്ന ഈരാറ്റുപേട്ടയുള്ള ജനങ്ങളെ തെറി പറയുന്നു. അങ്ങനത്തെ ഒരു രീതിയിൽ നിൽക്കുന്ന പൂഞ്ഞാർ ആശാൻ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. 1 കോടി രൂപ ചലഞ്ചൊക്കെ വെക്കുമ്പോൾ 1 കോടി രൂപ എടുത്ത് വെക്കണം. കാരണം സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞ ഈ പറയുന്ന ഞാൻ മുൻപ് പറഞ്ഞ പാറത്തോട് വരേക്കും ഈ പറയുന്ന ന്യൂനപക്ഷ സമുദായങ്ങളുടെ വൻ ഹോൾഡുള്ള സ്ഥലങ്ങളാണ്. ഈ പാറത്തോടിന് വെറും 4-5 കിലോമീറ്റർ ഇപ്പുറത്താണ് കാഞ്ഞിരപ്പള്ളി ടൗൺ കിടക്കുന്നത്. അതിൻ്റെ ബാക്കിയാണ് ഈ പറയുന്ന പാറത്തോട്. അല്ല, എന്താണെങ്കിലും അദ്ദേഹം ഇപ്പോൾ 5000 പേർക്കുള്ള ബിരിയാണി ഇപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ ജിലേബിയോ ലഡുവോ ഒന്നും അല്ല കൊടുക്കാൻ പോകുന്നത്, കോഴി ബിരിയാണിയാണ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ള പ്രസ്താവന ഒക്കെ കുറച്ച് മുമ്പോട്ട് വന്നിരുന്നു. അദ്ദേഹം അത്രയ്ക്ക് കോൺഫിഡൻസിലാണ് അവിടെ നിൽക്കുന്നത്. പൂഞ്ഞാർ PC ജോർജ് വിജയിക്കും, അത്രയ്ക്ക് കോൺഫിഡൻസിലാണ് നിൽക്കുന്നത്. മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു BJP ട്രെൻഡ് ആഞ്ഞടിക്കുന്നുണ്ടെന്ന് അവർ തന്നെ വരുത്തി തീർത്തിട്ടുണ്ട്.
ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. മൊത്തത്തിൽ ഒരു BJP തരംഗം ആഞ്ഞടിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നിയമവും ഈ പറയുന്ന തിരുവനന്തപുരത്തെ സ്ഥലത്തിൻ്റെ കഴക്കൂട്ടവും നിയമവും കഴക്കൂട്ടവും ആണ് അവർക്ക് വിജയ സാധ്യതയുള്ളത്. പിന്നെ ഈ പറയുന്നിടത്ത് പാലക്കാട് മഞ്ചേശ്വരവും പറയുന്നുണ്ട്. അതായത് ശോഭാ സുരേന്ദ്രനും പാലക്കാട് അവസാന ഘട്ടം വരെ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ പറയുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞത് അതിൽ തന്നെ ഇത്തവണത്തെ ഈ എക്സിറ്റ് പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 5 സീറ്റോളം പറയുന്നുണ്ട്. അതിൽ പൂഞ്ഞാറാശാൻ്റെ ഒരു അവസ്ഥധാരണയാണ് തൻ്റെ മകൻ നിൽക്കുന്ന പാലായും താൻ നിൽക്കുന്ന പൂഞ്ഞാറും, അതായത് ഇരാറ്റുപേട്ട അടങ്ങുന്ന പൂഞ്ഞാറും ഈ 5-ൽ പിടിക്കും എന്നുള്ള ഒരു ആശാന്റെ ഒരു ദിവാസ്വപ്നമാണ്. ഉച്ചയ്ക്കെങ്ങാണ്ട് ഉണ്ടിറങ്ങി കിടന്നപ്പോഴ സമയത്തെങ്ങാണ്ട് പുള്ളി ഒരു സ്വപ്നം കണ്ടതാണ്. ഇതാ പൂഞ്ഞാറാശാൻ കണ്ടു എന്ന് കരുതി 1 കോടി രൂപ ചലഞ്ചൊക്കെ പറയാൻ എങ്ങനെയാണ്? ആശാന്റെ കുടുംബത്തുണ്ട്. ഹീരാറ്റുപേട്ടയിലെ ഏറ്റവും വലിയ കുടുംബമാണ്. ആശാനാവാം. ആശാൻ 1 കോടിയല്ല വേണമെങ്കിൽ 5-8-10 കോടിയൊക്കെ പറയാം. അങ്ങ് മുണ്ടക്കയം വരേക്ക് നീണ്ടു കിടക്കുന്ന എസ്റ്റേറ്റുകൾ. അതുപോരാതെ ഈ പറയുന്ന ഈരാറ്റുപേട്ടയിലെ ഏറ്റവും വലിയ കുടുംബമാണ് ഈ പറയുന്ന PC ജോർജിന്. ഞാൻ പാലക്കാരനല്ലേ, എനിക്കാണെങ്കിലും ആശാൻ 1 കോടി രൂപയുടെ വെല്ലുവിളി, ആശാന് പറമ്പ് വീഴുന്ന കരിയില പെറുക്കി കൊടുത്താൽ കിട്ടും 1 കോടി രൂപയുടെ ബെറ്റ് പറയുമ്പോൾ ഞാൻ പറയുന്നു PC ജോർജ് അവിടെ തോറ്റിരിക്കും. കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല. 3ാം സ്ഥാനത്തേക്ക് PC ജോർജ് തീർച്ചയായിട്ടും കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല. വലിയ തോൽവിയായിരിക്കും. അദ്ദേഹത്തിന് ആകെ അവിടെ പിടിക്കാൻ കഴിയുന്ന വോട്ട് എന്ന് പറയുന്നത് ഒരു 25,000 വോട്ട് അദ്ദേഹം പിടിച്ചാലായി എന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത്. 1 കോടി നമുക്ക് കിട്ടുമോ? എന്താണെങ്കിലും നമ്മൾ ഞാൻ വെച്ച് വയ്ക്കുന്നു. ആശാൻ വൻ ഭൂരിപക്ഷത്തിൽ തോറ്റിരിക്കും. കാരണം 3ാം സ്ഥാനത്തേക്ക് ചിലപ്പോൾ സ്വതന്ത്രം ഉണ്ടെങ്കിൽ സ്വതന്ത്രനെക്കാട്ട് താഴേക്ക് പോകാൻ ഒരിക്കലും ബെറ്റ് വെക്കാൻ കഴിയില്ല. 1 കോടിയാണ് രാഹുലെ ഞാൻ വെറ്റ് വയ്ക്കുന്നത്. അല്ല, എന്താ 1 കോടിയാണ് രാഹുലെ ഞാൻ തിരിച്ച് അദ്ദേഹം 1 കോടി രൂപ ചോദിക്കും. അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ 1 കോടി കൊടുക്കാം. 1 കോടി കൊടുക്കാം. അപ്പോ എന്താണെങ്കിലും 1 കോടിക്ക് എത്രയാണ് കൂടിപ്പോയ 100 അല്ലെങ്കിൽ 150 1 കോടി ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു 1 കോടി രൂപ. ഞാൻ പറഞ്ഞു 1 കോടി കൊടുക്കാന്നാണ് പറഞ്ഞത്. PC ജോർജ് തോറ്റിട്ടുണ്ടെങ്കിൽ 1 കോടി, ജയിച്ചിട്ടുണ്ടെങ്കിൽ 1 കോടി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അദ്ദേഹം പറയുന്നത് ഈ 1 കോടി രൂപ എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു 1 കോടി എന്നാണ്. ഞാൻ അദ്ദേഹത്തിന് 1 കോടി കൊടുക്കാണെങ്കിലും നമ്മൾ പറയുമ്പോൾ നമുക്ക് കൃത്യമായൊരു കണക്കിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ PC ജോർജിന്റെ അവിടെ ഒരു അത്തരത്തിൽ അദ്ദേഹം പറയുന്ന രീതിയിലേക്കുള്ള ഒരു ട്രെൻഡിലേക്കൊന്നും പോകാനുള്ള സാധ്യതയില്ല. എന്താണെങ്കിലും UDF ഏറ്റവും കൂടുതൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം കൃത്യമായിട്ട് UDF ഉണ്ടായി എന്നുള്ള അടിസ്ഥാന ബോധ്യത്തിൽ നിന്നാണ് UDF വിജയിക്കുമെന്ന ട്രെൻഡിലേക്ക് എത്തിയത്. UDF ഇപ്പോൾ മലപ്പുറത്താണെങ്കിൽ പോലും 5000 പേർക്കുള്ള ബിരിയാണിയും വലിയ ഹാളും ഒക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്താണെങ്കിൽ പോലും വലിയൊരു പന്തൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ കോൺഫിഡൻസ് ആണ് UDF ആണെങ്കിൽ പോലും. അപ്പോൾ PC ജോർജ് കോൺഫിഡൻസ് വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നാളെ വോട്ടെണ്ണുന്നിടം വരെ എല്ലാവർക്കും കോൺഫിഡൻസ് വെക്കാം, എല്ലാ സ്ഥാനാർത്ഥികൾക്കും കോൺഫിഡൻസ് വെക്കാം. ജനാധിപത്യമാണ്, ജനങ്ങളാണ് തീരുമാനിക്കുന്നത്, ജനഹിതമാണ് യഥാർത്ഥത്തിൽ. എന്തായാലും രാഹുലെ നാളെ പാലാ വരെ ഒന്ന് പോകണം. ആശാൻ വെച്ചിരിക്കുന്ന ബിരിയാണി വേസ്റ്റ് ആയി പോരുതല്ലോ.